ഫുഡ് ഡെയിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോംബോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പൂരിയുടെയും പൂരി മസാലയുടെയും കോംബോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള പൂരി എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ള കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഒപ്പം തന്നെ നല്ല അടിപൊളി പൂരി മസാല തയ്യാറാക്കുന്ന റെസിപ്പിയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ടും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം പൂരിയും പൂരി മസാല എന്ന് പറയുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോംബോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. റിട്ടൺ റെസിപ്പി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ പൂരിക്കായി എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. നന്നായി കുഴയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഉപ്പും പഞ്ചസാരയും അരിപ്പൊടിയൊക്കെ ആ ഗോതമ്പ് പൊടിയിൽ നന്നായിട്ട് മിക്സായി എന്ന് ഉറപ്പ് വരുത്താനായിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുന്നെയോ അതിന് ശേഷമോ വിരൽ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മാവ് ആദ്യം ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം വേണം നമ്മളത് കുഴച്ചെടുക്കാനായിട്ട്. പഞ്ചസാര ആഡ് ചെയ്യുന്നത് നമ്മുടെ പൂരി കുറച്ച് അധിക സമയം നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാണെങ്കിലും അത് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നിൽക്കും. അതിനാണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. അരിപ്പൊടി ചേർത്താൽ നമ്മുടെ പൂരി കുറച്ച് ക്രിസ്പി ആയി കിട്ടും. അരിപ്പൊടിക്ക് പകരം ഒരല്പം റവ വേണേലും ചേർക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ഇത് കുഴച്ചെടുക്കുക. കുഴയ്ക്കുമ്പോൾ ഒരു കാര്യം മറക്കരുത്, വെള്ളം ഒരുപാട് ആവാൻ പാടില്ല. അതായത് ചപ്പാത്തി മാവ് പോലെ ലൂസായിട്ടുള്ള ഒരു മാവല്ല നമുക്കിവിടെ വേണ്ടത്. ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള മാവാണ് വേണ്ടത്. പക്ഷേ ടൈറ്റ് എന്ന് പറയുമ്പോഴും ഒരുപാട് ഡ്രൈ ആവാനും പാടില്ല. ഡ്രൈ ആയാൽ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ പൂരി ഭയങ്കര ഹാർഡായിപ്പോവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് ഒന്ന് സോഫ്റ്റാക്കി ഇത് കുഴച്ചെടുക്കാം. പക്ഷേ ഒരുപാട് ലൂസ് ആവാൻ പാടില്ല. മാവ് പാകത്തിനായി കഴിഞ്ഞാൽ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതായിട്ടില്ല. ചപ്പാത്തിക്ക് നമ്മൾ സാധാരണ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാറുണ്ട്. പക്ഷേ ഇവിടെ പൂരിക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ടതില്ല. റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് നേരം വച്ചാൽ ഇത് എണ്ണ ഒരുപാട് വലിച്ചെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എണ്ണ വലിച്ചെടുക്കാത്ത പൂരിയാണ് വേണ്ടതെങ്കിൽ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ പാടില്ല. ചെറിയ ബോളുകളാക്കി മാറ്റി നമുക്കിത് പരത്തിയെടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കാനുള്ള ബെല്ലൈക്കണൊക്കെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത് ശ്രദ്ധിക്കേണ്ടത് പരത്തുന്ന സമയത്ത് ഒരുപാട് മാവ് ഉപയോഗിച്ച് നമ്മളിത് പരത്തിയെടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പരത്തി എടുക്കുന്ന സമയത്ത് ഇത് ഒരുപാട് തിന്നായി പോകാനും പാടില്ല. ഒരുപാട് തിന്നായി പോയാൽ ഫ്രൈ ചെയ്ത് കിട്ടുന്ന പൂരി ഭയങ്കര കട്ടിയായിരിക്കും. അത് മാത്രമല്ല കറക്റ്റ് തിക്നെസ് മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പൂരി നന്നായിട്ട് ഫ്ലഫിയായി വരത്തുമില്ല. പൂരി ഫ്രൈ ചെയ്യുന്ന എണ്ണയുടെ ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പെർഫെക്റ്റ് പൂരി കിട്ടാനായിട്ട്. നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ വേണം പൂരി വറുത്തെടുക്കാനായിട്ട്. എണ്ണയുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഒരു പൊടിക്ക് മാവെടുത്ത് എണ്ണയിലിട്ട് കൊടുക്കുക. ഇൻസ്റ്റൻ്റ് അല്ലാതെ പൊങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ എണ്ണ നന്നായിട്ട് ചൂടായെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ നല്ല ചൂടുള്ള എണ്ണയിൽ തന്നെ പൂരി വറുത്തെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പൂരി ഇതുപോലെ ഒരിക്കലും ഫ്ലഫിയായി വരില്ല. ചൂടില്ലാത്ത എണ്ണയിൽ കിടന്ന് പൂരി നന്നായിട്ട് ഹാർഡാവുകയും ഒരുപാട് എണ്ണ വലിച്ചെടുക്കുകയും ചെയ്യും. പൂരിയുടെ മാവ് അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ആ ഉപയോഗിക്കുന്ന തവി ഉപയോഗിച്ച് ജസ്റ്റ് അതൊന്ന് ഡിപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫ്ലിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. പിന്നെ ഒരുപാട് എണ്ണ പൂരി വലിച്ചെടുക്കാതിരിക്കാനായിട്ട് വേണമെങ്കിൽ 1 പൊടിക്ക് ഉപ്പ് നമുക്ക് വേണമെങ്കിൽ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ 10 ടിപ്പും ഫോളോ ചെയ്തുകൊണ്ട് പൂരി ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൂരി നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള പൂരിയാണിത്. അപ്പോൾ നമുക്കിനി അടുത്ത് പൂരിയോടൊപ്പം സെർവ് ചെയ്യാനായിട്ടുള്ള പൂരി മസാല തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം.
അപ്പോൾ അതിനായിട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് കടുക്, ജീരകം, പുട്ടുകടല, ഉഴുന്നുപരിപ്പ്, വറ്റൽമുളക്, അതായത് ഉണങ്ങിയ മുളക്, അപ്പോൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം മൂത്ത് കഴിഞ്ഞിട്ട് കായപ്പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കായപ്പൊടി കരിഞ്ഞു പോകാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് ചുവന്ന് കഴിഞ്ഞാൽ നമ്മൾ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കായപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 ഇടത്തരം സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 2 ഇടത്തരം സവാള കൂടെ ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് സവാള ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളിത് ഇവിടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സവാളയാണ് ചേർത്തത്. അപ്പോൾ ഇനി ഇത് അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഇതിൽ കുറച്ച് സാധനങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 3 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. പക്ഷേ ആക്ച്വലി ഈ കറി വലിയ സ്പൈസി ആയിട്ടുള്ള കറിയല്ല. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. പക്ഷേ ഇവിടെ എനിക്കൊരല്പം എരിവ് വേണമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പേസ്റ്റ് ആയിട്ടല്ല, അത്യാവശ്യം നന്നായിട്ടൊന്ന് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി വേണ്ടത് ഒരു 2 ഇടത്തരം തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തക്കാളി അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞു കിട്ടണമെന്നുള്ളതുകൊണ്ട് ഞാൻ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോപ്പ് ചെയ്ത് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തക്കാളി ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വേറെ സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല ഇതിൽ. വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ പൊടിമാസ് കിട്ടാനായിട്ട് ഈ ഒരു സാധനം കൂടെ നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണ് കടലമാവാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലപോലെ ഇത് കുക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ കടലമാവിൻ്റെ ഒരു പച്ച കുത്തലുണ്ടാവും. അത് പോയി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് വല്ലാതെ ആയി പോവും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഞാൻ കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ പച്ച സ്മെല്ലും ആ ഒരു കുത്തലും ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 ഉരുളക്കിഴങ്ങ് 2 വിസിൽ പ്രഷർ കുക്ക് ചെയ്തതിന് ശേഷം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അത് അത്യാവശ്യം തണുത്തപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതാണിത്. ഇനി ഈ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്കിതിനെ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം വെള്ളം ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അത്യാവശ്യം ഒന്ന് നല്ലപോലെ തിളച്ചൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ആ പൊട്ടറ്റയും കടലമാവും ഒക്കെ കൂടെ ചേർന്നിട്ട് അത്യാവശ്യം നല്ല കൊഴുപ്പോടെ തന്നെയാണ് കറി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മല്ലിയില കുറച്ച് അധികം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ കുറച്ച് അധികം മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം.
മല്ലിയില കൂടെ ചേർത്തതിന് ശേഷം ഏകദേശം 1 മിനിറ്റ് കൂടെ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു അല്പം പഞ്ചസാര കൂടെ ഞാനിതിലൊരു ഫൈനൽ ടച്ചിനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിക്ക്. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി പൂരി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പൂരിയും പൂരി മസാലയും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഇഷ്ടമാവും എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതിന് പകരം ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ അടിപൊളി പൂരിയും അടിപൊളി പൂരി മസാലയും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പൂരിയൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാക്കാൻ അറിയാമായിരിക്കും, എന്നാലും പുതുതായിട്ടൊക്കെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് പേർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇനിയുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ഫുഡ് ഡെയിലി.